2120 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വീടാണ് ഇത്. താഴത്തെ നിലയിൽ 1241 സ്ക്വയർ ഫീറ്റും മുകളിലത്തെ നിലയിൽ 879 സ്ക്വയർ ഫീറ്റുമാണ് ഉള്ളത്. ഇത് ഒരു കണ്ടംപററി സ്റ്റൈലിൽ സ്ലോപ്ഡ് റൂഫ് എന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ചെരിഞ്ഞു നിൽക്കുന്ന റൂഫിന്റെ മുകളിൽ ഷിംഗിൾസ് ആണ് പിൻ ചെയ്തിരിക്കുന്നത്. എലവേഷനിൽ സ്റ്റീലിന്റെ എലമെന്റുകളും ക്ലാഡിംഗ് സ്റ്റോൺസും ഷിംഗിൾസിന്റെ കളറുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ജനലുകൾക്കെല്ലാം ബോക്സിംഗ് നൽകിയിട്ടുണ്ട്. ഫ്രണ്ട് ബാൽക്കണിയിൽ സ്റ്റീലിന്റെ ഹാൻഡ് റെയിലിൽ ഗ്ലാസ് അറ്റാച്ച് ചെയ്തിട്ട് തടിയുടെ ഡിസൈൻ വരുന്ന പോലെ പെയിന്റിംഗും കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ ടാൻ ബ്രൗൺ ലെപ്പോത്ര ഗ്രാനൈറ്റ് ആണ് നിലത്ത് വിരിച്ചിരിക്കുന്നത്. മുൻവശത്തുള്ള ഡോറ് തേക്കിന്റെ ഫ്രെയിമും തേക്കിന്റെ ഷട്ടറുമായിട്ടുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഒരു ക്രിസ്റ്റൽ ഹാൻഡിൽ നോബും ഘടിപ്പിച്ചിട്ടുണ്ട്. ആഞ്ഞിലിയുടെ ഫ്രെയിമും മഹാഗണിയുടെ ഷട്ടറുമായിട്ട് വരുന്ന ജനലുകളാണ് മുൻവശത്ത് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഇവ പോളിഷ്ഡുമാണ്. മെയിൻ വാതിൽ വഴി അകത്തേക്ക് കയറുമ്പോൾ ലിവിംഗ് കം ഡൈനിങ് ആയിട്ടുള്ള ഒരു സ്പേസിലേക്കാണ് നമ്മൾ ചെന്ന് കയറുന്നത്. ഇത് ഒരു എൽ ഷേപ്പിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ഇന്റീരിയർ ബോക്സിംഗ് വെച്ച് ഈ 2 റൂമുകൾ തമ്മിൽ സെപ്പറേഷനും ചെയ്തിരിക്കുന്നു. മുഴുവനായി ഒരു വുഡൻ തീം വരുന്ന രീതിയിലാണ് ഇന്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കോമൺ ഏരിയാസിലെല്ലാം ഫാൾ സീലിംഗും അതിൽ LED സ്ട്രിപ്പ് ലൈറ്റിംഗും നൽകിയിട്ടുണ്ട്. ജിപ്സം ബോർഡിൽ സ്റ്റീൽ ഫ്രെയിംവർക്കിലാണ് ഫാൾ സീലിംഗ് ചെയ്തെടുത്തിരിക്കുന്നത്. ലിവിംഗ് റൂമിന്റെ അടുത്ത് തന്നെയായിട്ട് ഒരു പ്രെയർ യൂണിറ്റും ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെയും ഒരു വുഡൻ തീം തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. മൾട്ടിവുഡിൽ CNC കട്ട് ചെയ്തിട്ടുള്ള എലമെന്റിൽ ബാക്ക് ലൈറ്റിംഗും കൊടുത്തിരിക്കുന്നു. അവിടെ നിന്ന് ചെല്ലുന്നത് ഡൈനിങ് റൂമിലേക്കാണ്. ഡൈനിങ് റൂമിൽ നിന്നാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയേഴ്സ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ മുഴുവൻ ഇന്റീരിയർ തീമിനെ കോംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിൽ തടി തന്നെയാണ് മേജർ എലമെന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് റെയിലിൽ വുഡൻ ഹോൾഡുകളും ബാലുസ്റ്റേഴ്സും ഘടിപ്പിച്ച് ഗ്ലാസ് ആണ് വശങ്ങളിൽ കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർ കേസിന്റെ ചവിട്ടുപടികളും തടികൊണ്ട് പാനൽ ചെയ്തിട്ട് അവ പോളിഷ് ചെയ്തിരിക്കുന്നു. ലിവിംഗ് റൂമിലും ഡൈനിങ് റൂമിലും 120 സെന്റിമീറ്റർ ബൈ 20 സെന്റിമീറ്റർ വരുന്ന വുഡൻ പ്ലാങ്ക് ടൈലുകളാണ് വിരിച്ചിരിക്കുന്നത്. ഇവ മാറ്റ് ഫിനിഷിൽ വുഡൻ ടെക്സ്ചർ വരുന്ന പോലെയുള്ള ടൈലുകളാണ്. ഡൈനിങ് ഏരിയയുടെ അടുത്തായിട്ട് ഒരു വാഷ് ഏരിയ നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു കൗണ്ടർ ടോപ്പ് വാഷ് ബേസിനാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ അടിയിലായിട്ട് ഒരു വാഷ് യൂണിറ്റും ഉണ്ട്. വാഷ് ഏരിയയുടെ സമീപത്തായിട്ട് ഒരു കോമൺ ടോയ്ലറ്റ് കാണാം. ഒരു വാട്ടർ ക്ലോസറ്റ് മാത്രം വരുന്ന ടോയ്ലറ്റ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഡൈനിങ് ഏരിയയുടെ മറുഭാഗത്ത് നിന്ന് കിച്ചണിലേക്ക് പ്രവേശിക്കാം. എല്ലാ ആക്സസറീസും അടങ്ങിയ ഒരു മോഡുലാർ കിച്ചണാണ് ഇത്. കൗണ്ടർ ടോപ്പ് കൊടുത്തിരിക്കുന്നത് നാനോ വൈറ്റ് എന്ന മെറ്റീരിയൽ ഉപയോഗിച്ചാണ്. ഇവിടെ ഹുഡും ഹോബും നൽകിയതിനോടൊപ്പം ഫ്രിഡ്ജിനോട് ചേർന്ന് ബിൽറ്റ് ഇൻ ഓവൻ ഘടിപ്പിക്കാൻ പാകത്തിന് ഒരു ടോൾ യൂണിറ്റും കൊടുത്തിരിക്കുന്നു. കിച്ചന് ചേർന്നുള്ള വർക്ക് ഏരിയയിൽ സ്ലാബ് നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് പുറത്തേക്ക് ഇറങ്ങാനുള്ള എക്സ്റ്റേണൽ ഡോറും കൊടുത്തിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഉള്ളത്. മറൈൻ പ്ലൈവുഡിൽ തടിയുടെ ഷെയ്ഡും വൈറ്റ് കളർ ഷെയ്ഡും മിക്സ് ചെയ്താണ് ലാമിനേറ്റ് ഒട്ടിച്ചിരിക്കുന്നത്. ബിൽറ്റിനായിട്ടുള്ള ഒരു കോട്ടാണ് ഇവിടെ ചെയ്തെടുത്തിരിക്കുന്നത്. കട്ടിലിന് കൊടുത്തിരിക്കുന്ന ഹെഡ് ബോർഡ് സീലിംഗിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു ഡിസൈനായി മാറുന്ന രീതിയിലാണ് നൽകിയിരിക്കുന്നത്. ബെഡ്റൂമിൽ 4 അടി ബൈ 2 അടി വരുന്ന ടൈലിൽ സ്പേസർ ഇട്ടാണ് ചെയ്തിരിക്കുന്നത്. ടൈലുകൾക്കിടയിൽ എപ്പോക്സി ഫിൽ ചെയ്തിട്ടുണ്ട്. അറ്റാച്ച് ആയി വരുന്ന ടോയ്ലറ്റിന്റെ സൈസ് 10 അടി ബൈ 5 അടിയാണ്. ഇവിടെ വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ സെപ്പറേഷനും നൽകിയിട്ടുണ്ട്. 4 അടി ബൈ 2 അടിയുടെ മാറ്റ് ഫിനിഷ് സെറാമിക് ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡൈവേർട്ടറുള്ള റെയിൻ ഷവർ, കൺസീൽഡും വാൾ മൗണ്ടുമായിട്ടുള്ള വാട്ടർ ക്ലോസറ്റ്, ഹാഫ് പെഡസ്റ്റൽ വരുന്ന വാഷ് ബേസിനുമാണ് നൽകിയിരിക്കുന്നത്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റെയർ വഴി ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്തുമ്പോൾ ചെറിയൊരു ലിവിംഗ് സ്പേസ് ആണ് നമ്മൾ ആദ്യം കാണുന്നത്. അവിടെ നിന്ന് തന്നെ 2 ബെഡ്റൂംസിലേക്കും ബാൽക്കണിയിലേക്കും ഓപ്പൺ ടെറസിലേക്കും നമുക്ക് പോകാവുന്നതാണ്. 2 ബെഡ്റൂംസും ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് തന്നെയാണ്. താഴത്തെ നിലയിലെ പോലെ തന്നെ 4 അടി ബൈ 2 അടിയുടെ ടൈലുകൾ സ്പേസർ കൊടുത്ത് എപ്പോക്സി ഫിൽ ചെയ്താണ് ഇവിടെയും വിരിച്ചിരിക്കുന്നത്.
തടിയുടെ തീം വരുന്ന വാർഡ്രോബുകളും ബിൽറ്റിൻ ആയിട്ടുള്ള കോട്ടും ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ബാത്റൂമിലും താഴത്തെ നിലയിലെ പോലെ തന്നെ 4 അടി ബൈ 2 അടിയുടെ ടൈലുകൾ താഴത്തും ചുമരുകളിലും കൊടുത്തിട്ടുണ്ട്. ഡൈവേർട്ടറുള്ള റെയിൻ ഷവർ, കൺസീൽഡും വാൾ മൗണ്ടുമായിട്ടുള്ള വാട്ടർ ക്ലോസറ്റ്, ഹാഫ് പെഡസ്റ്റൽ വരുന്ന വാഷ് ബേസിനുമാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. മുൻവശത്തേക്ക് കടക്കുമ്പോൾ കുറച്ചു ഭാഗത്തായിട്ട് ഒരു കവേർഡ് ബാൽക്കണിയാണ് കാണാൻ സാധിക്കുക. സ്റ്റീലിൽ ചെയ്തെടുത്തിരിക്കുന്ന പെർഗോളാസിൽ ടഫൻ ഗ്ലാസ് വിരിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു ഓപ്പൺ ടെറസിലേക്കും നമുക്ക് പോകാൻ സാധിക്കും. ഇവിടെ ഫ്ലോറിൽ ടൈൽ വിരിച്ചിട്ടുണ്ട്. ഹാൻഡ് റെയിൽ GIയുടെ പൈപ്പിൽ ഗ്ലാസ് ഘടിപ്പിച്ച് അവിടെയും തടിയുടെ ഫീൽ കൊണ്ടുവരാനായിട്ട് പെയിന്റ് ചെയ്ത് ഗ്രെയിൻസ് നൽകിയിട്ടുണ്ട്. സ്റ്റെയർ കേസ് കയറി വരുന്ന ഭാഗത്തു നിന്ന് ബാക്ക് സൈഡിൽ ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ടെറസിന്റെ മുകളിലേക്ക് പോകാനുള്ള സ്റ്റീൽ സ്റ്റെയർ കേസും കൊടുത്തിരിക്കുന്നത്. ഈ വീടിന്റെ റൂഫ് ഫ്ലാറ്റ് ആയിട്ട് വാർത്തിട്ട് അതിൽ ട്രസ് വർക്ക് ചെയ്തിരിക്കുകയാണ്. അതിന്റെ മുകളിലായിട്ട് സിമന്റ് ബോർഡ് സ്ക്രൂ ചെയ്ത് ഷിംഗിൾ സ്പിൻ ചെയ്തിരിക്കുന്നു. സ്റ്റീലിന്റെ ഫ്രെയിം വർക്ക് താഴെ നിന്ന് കാണാത്ത വിധത്തിൽ സിമന്റ് ബോർഡ് വച്ച് കവർ ചെയ്തെടുത്തിരിക്കുകയാണ്. പിന്നീട് അത് പുട്ടി അപ്ലൈ ചെയ്ത് പെയിന്റ് ചെയ്യുക വഴി ഒരു നാച്ചുറൽ ഫീൽ കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്.